ഗണപതയേ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ലക്ഷ്മീനാരായണായ നമഃ. ഓം സീതാരാമായ നമഃ. ഓം രുക്മിണീ സത്യഭാമ ജാംബവതി സമേത ശ്രീകൃഷ്ണായ നമഃ. ഓം രാധാകൃഷ്ണായ നമഃ. ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. ഹരേ കൃഷ്ണ. അപ്പോൾ ഞാൻ കുറേ നാളായി ലൈവിൽ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സ്കന്ദപുരാണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിനു മുമ്പ് എനിക്ക് ദേവിയുടെ ഒരു പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹം തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, കുറുമ്പക്കാവിലമ്മ എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പം ഞാനത് ഒന്ന് പാടാം കേട്ടോ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ നാരായണ ദേവി നാരായണ നാരായണ. അമ്മേ 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 നാരായണ നാരായണ ദേവി 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 നാരായണ. അട്ടഹസിച്ചവളെ പട്ടക വാളു പിടിച്ചവളെ, പൊഞ്ചിലമ്പിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ. അട്ടഹസിച്ചവളെ പട്ടക വാളു പിടിച്ചവളെ, പൊഞ്ചിലമ്പിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ നാരായണ ദേവി നാരായണ നാരായണ. അമ്മേ 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 നാരായണ നാരായണ ദേവി 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 നാരായണ നാരായണ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പാട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഓരോ എന്താ പറയുക, ഓരോ പാട്ടുകളിലായാലും ഓരോ ഇതായാലും അതെല്ലാം ഓരോ ദേവിയുടെ അവതാരങ്ങളാണല്ലേ, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളാണല്ലേ നമ്മൾ കീർത്തിക്കുന്നത്, അല്ലെങ്കിൽ പാട്ടുകൾ ആയിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൃഷ്ടി തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആരാണ്? ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവതി ആയിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ഓരോ ഭക്തിഗാനങ്ങൾ ഇറങ്ങുമ്പോഴും നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേവീദേവന്മാരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട് അല്ലേ, ഒരുപാട് ദേവീദേവന്മാരുണ്ട്. അപ്പോൾ അതിൽ ഓരോ ദേവിമാർക്കും എന്താ പറയുക, അനുയോജ്യരായിട്ടുള്ള അവരുടെ പതീഭാവം അലങ്കരിക്കുന്ന ദേവന്മാർ, അല്ലെങ്കിൽ പതീഭാവം അലങ്കരിക്കുന്ന ദേവന്മാരുണ്ട്. അതായത് ഇപ്പോൾ ഭദ്രാദേവി ആണെന്നുണ്ടെങ്കിൽ ഭദ്രാദേവിയുടെ ഭർതൃഭാവത്തിൽ വരുന്നത് ഭൈരവനാണ്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഭർതൃഭാവത്തിൽ വരുന്ന ഭഗവാൻ എന്ന് പറയുന്നത് നാരായണനാണ്. അതുപോലെ തന്നെ ഉമാദേവി പാർവതീദേവിയുടെ പതീഭാവത്തിൽ വരുന്നതാണ് മഹേശ്വരൻ എന്ന് പറയുന്നത്, ഉമാമഹേശ്വരൻ ശിവഭഗവാൻ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനായിട്ട് വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പത്നീഭാവങ്ങളിൽ വരുന്നതാണ് ലക്ഷ്മിത്വം. അതായത് ലക്ഷ്മി ദേവിയുടെ തന്നെ 8 അവതാരങ്ങളായിട്ടുള്ള ദേവിമാരും, അതുപോലെ ഭഗവാൻ നരകാസുരനിൽ നിന്ന് രക്ഷിച്ച തൻ്റെ പത്നിമാരുമായിട്ട് വരുന്ന ഭാവമാണ്. അതാണ് രുക്മിണി സത്യഭാമ ജാംബവതി സമേത ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇതായിട്ട് വരുന്നത് രാധാകൃഷ്ണന്മാർ, വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരെന്ന് പറയുന്നത്, പിന്നെ ഗോപികമാരും. അപ്പം അങ്ങനെ നമ്മുടെ ഓരോരുത്തർക്കും, അതായത് ഇപ്പം പുരുഷൻ ഇതിൽ വരുമ്പോൾ അവർക്ക് സ്ത്രീയായിട്ട് വരുന്ന ആയാലും സ്ത്രീക്ക് പുരുഷനായിട്ട് വരുന്നതിൽ അവർക്ക് ഓരോ എന്താ പറയുക അർദ്ധനാരീശ്വര ഭാവങ്ങൾ എന്ന് പറയുന്ന പോലെ അവർക്ക് അർദ്ധനാരീശ്വരരുണ്ട്. അപ്പം ആ അർദ്ധനാരീശ്വര ഭാവങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ ശക്തിമത്തുണ്ടായി അവർക്ക് കൂടുതലായിട്ട് ഉയർച്ചയും കാര്യങ്ങളും
അവരുടെ നന്മയൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിക്കോട്ടെ, ആരും തമ്മിലൊരു വിധത്തിലുള്ള അത്രയും ആഴത്തിലുള്ള ആത്മബന്ധങ്ങൾ ഇല്ലാതായിത്തീരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഏറെക്കുറെയൊക്കെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലായാലും തന്നെ ഓരോരോ കേരളത്തിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്കന്ദപുരാണം തുടങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന കാര്യം വേറൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു കാര്യം മാത്രമാണ്. അപ്പം ഭദ്രദേവി ആണെന്നുണ്ടെങ്കിൽ ആ ഭദ്രദേവിയുടെ ഭർതൃഭാവത്തിലിരിക്കുന്നത് ആരാണോ ആ ഭൈരവനെയും കൂടി ചേർന്ന് അല്ലെങ്കിൽ ഭൈരവനിലേക്ക് ചേർന്നുകൊണ്ട് ആ ശക്തിമത്തായി ദേവിയുടെ ആ ശക്തി വൈഭവം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ ഉമാദേവി മഹേശ്വരന് തന്നെ എത്തട്ടെ, അവരും ഒരുമിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. അതുപോലെ ലക്ഷ്മി ദേവി ആണെങ്കിൽ ആ നാരായണനിലേക്ക് എത്തി അവർ ഒരുമിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ ഭഗവാന്റെ പത്നിമാരായിക്കോട്ടെ ആ ഭാവങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കട്ടെ എന്ന്, അതായത് രുക്മിണി, സത്യഭാമ, ജാമ്പവതി സമേത ശ്രീകൃഷ്ണനായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ അവർ ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സീതാദേവി ആ രാമനുമായിട്ട് തന്നെ ചേർന്ന് നിൽക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ രാധാകൃഷ്ണന്മാരും ഒരുമിച്ച് ചേർന്ന് നിൽക്കട്ടെ, അതിനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ പറയുന്ന ദേവീ ദേവന്മാരുടെ എല്ലാവരുടെ അംശങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ അംശങ്ങൾ തന്നെയാണ് നാം എല്ലാവരും എന്ന് പറയുന്നത്. അപ്പം ആ അംശമായിട്ടുള്ള നമ്മുടെ ആ യഥാർത്ഥ ആ സ്വരൂപങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ യഥാർത്ഥ അർദ്ധനാരീശ്വര ഭാവങ്ങളിലേക്ക് നാം ഒരുമിക്കട്ടെ. ഈ അർദ്ധനാരീശ്വര ഭാവം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണുള്ളത്, അത് മനസ്സിലാക്കാം, അത് തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പം ഞാനും ഒരു അംശമാണ്, അതുപോലെ നിങ്ങളും ഒരു അംശമാണ്, ഏതോ ഒരു ദേവന്റെയോ ദേവിയുടെയോ ഒക്കെ അംശങ്ങളാണ് നമ്മൾ എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതാണ് തത്വമസി എന്ന് തന്നെ പറയുന്നത് ഭഗവാൻ. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് 2 പത്നിമാരുണ്ട്, മുരുക ഭഗവാന് 2 പത്നിമാരുണ്ട്, അയ്യപ്പന് ഒരിതിൽ 2 പത്നിമാരുടെ കാര്യം പറയുന്നുണ്ട്. അല്ലാതെ ഭഗവാൻ ബ്രഹ്മചാരി രൂപത്തിലിരിക്കുന്നതുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ബ്രഹ്മചാരി രൂപത്തിലുള്ള ദൈവങ്ങളുണ്ട്, ഭഗവാനുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ആ ഒരു ഇതിൽ തത്വത്തിൽ വരുന്നത്, അതായത് ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ പരമാത്മാവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പരമശിവനിൽ നിന്ന്, ആ പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഭദ്രദേവിയെ നമുക്ക് സഹായത്തിനായിട്ട്, അല്ലെങ്കിൽ ഭദ്രദേവിയുടെ ആ ഒരു എന്താ പറയുക ചൈതന്യത്തിലേക്ക്, ആ ഒരു എന്താ പറയുക ശക്തിമത്തിലേക്ക് നമുക്ക് ആ ഭൈരവനിലും വരുമ്പോഴാണ് ആ ഒരു ശക്തിമത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ, നമുക്ക് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന സമയങ്ങൾ നമുക്ക് ശാന്തസ്വരൂപത്തിലുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കാം. അതിപ്പോൾ നമുക്ക് മറ്റ് മതത്തിലുള്ള ഇപ്പം ഈശോയെ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, നമുക്ക് ക്രിസ്ത്യൻസിൽ ആ പള്ളിയിൽ പോകുന്നതിൽ തെറ്റില്ല, മനസ്സിലായോ? അപ്പം അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും കൂടി പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിൽ തെറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശോ എന്ന് പറയുന്നത് ദൈവപുത്രനാണ്, മനസ്സിലായോ? അപ്പം ദൈവങ്ങളെല്ലാം അവര് അവിടെ ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്, അവർ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ഈ മനുഷ്യർ തമ്മിൽ പരസ്പരം വിദ്വേഷങ്ങളും പകകളും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പരസ്പരം എന്താ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ഭൂമിയിൽ നടക്കുമ്പോഴും നമ്മൾ ആദ്യം കുറ്റം പറയുന്ന ആരെയാണ്? ദൈവങ്ങളെ ആണല്ലേ നമ്മൾ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ആ വിശ്വസിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയൊക്കെ ആയിരിക്കും നമ്മൾ കുറ്റം പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും അവരല്ലല്ലോ ഈ മനുഷ്യർ, ഈ എന്താ പറയുക, നമ്മുടെ ഭൂമിയിൽ ഓരോരുത്തർ ക്രൂരത കാണിക്കുമ്പോൾ ആ ക്രൂരത കാണിക്കുന്നതിന് അവർ ഉത്തരവാദികളല്ല. അത് ഈ ക്രൂരത കാണിക്കുന്ന മനുഷ്യർ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദികളെന്ന് പറയുന്നത്. അതിൽ ദൈവങ്ങളെ പഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിക്കുന്നത്, മനസ്സിലായോ? അത് കർമ്മഫലങ്ങൾ അത് ശിവഭഗവാൻ പോലും അനുഭവിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ പോലും അനുഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈശോ പോലും അവസാനം എല്ലാവരുടെയും പാപം കഴുകി കളയാൻ വേണ്ടിയിട്ട് ക്രൂശിലേറിയ
ദൈവപുത്രനാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അപ്പൊ ആർക്ക് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന ദൈവങ്ങളല്ല, അല്ലെങ്കിൽ ഭഗവാനോ ഭഗവതിയോ അല്ലെങ്കിൽ നമ്മുടെ മുകളിലിരിക്കുന്ന ദൈവങ്ങളല്ല. അത് നമ്മുടെയൊക്കെ ഈ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കർമ്മഫലങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സംഭവിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ ദുഷ്ടര് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അവർ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അവരാണത് തെറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിൽ ദൈവങ്ങൾക്ക് ഇറങ്ങി വന്നിട്ട് അവരെ തിരുത്താൻ കഴിയില്ല. കാരണം അത്രയ്ക്കും നെഗറ്റീവ്സ് വർദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, വെടിവയ്പ് കാശ്മീരിലെ കാര്യം ഇപ്പോൾ സംഭവിച്ചു. വെടിവയ്പ് കാര്യങ്ങളൊക്കെ അത് അങ്ങനെയുള്ള ദുഷ്ടരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ദുഷ്ടരത് ചെയ്യുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്താൽ പോലും അവർ ആ നെഗറ്റീവ്സിൽ അകപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദൈവങ്ങളെ അല്ലെങ്കിൽ ദേവന്മാരെയോ ദൈവങ്ങളെയോ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഭഗവാനെയോ ഭഗവതിയോ ഒന്നും കുറ്റപ്പെടുത്താൻ നമ്മൾ പാടില്ല. എല്ലാം ഇങ്ങനെയുള്ള ചില നെഗറ്റീവ്സ് ആയിട്ടുള്ള പീപ്പിൾസ് ആണിത് ചെയ്യുന്നത്. അത് അവരുടെ ഇതാണ്, കർമാസിലാണ് വരുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും ഒരു ദൈവങ്ങളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ദൈവങ്ങളെ കുറ്റം പറയാതിരിക്കുക. അതേസമയം നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തെറ്റുപറ്റാറുണ്ടല്ലേ. തെറ്റുപറ്റാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ലേ. ചിലർക്ക് ചില തെറ്റുകൾ പറ്റാറുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതെ അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലർ സാഹചര്യങ്ങൾ കൊണ്ട് മോഷ്ടിക്കാറുണ്ടല്ലേ. ചിലർ സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യാറുണ്ടല്ലേ. അപ്പൊ അത് അത് നമ്മൾ ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കഴിവതും തെറ്റുകൾ ചെയ്യാതിരിക്കുക. അത് ചെറിയ തെറ്റായാലും വലിയ തെറ്റായാലും തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ തെറ്റുകൾ നമ്മുടെ സാഹചര്യം കൊണ്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെ സംഭവം, അത് കലികാലമാണ്. ഞാൻ പറഞ്ഞില്ലേ, കലികാലത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് സ്വാഭാവികമാണ്, അത് ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഭൗതിക കാര്യങ്ങളുടെ കൂടെയും നമ്മുടെ ഈ ഭക്തി കൂടി നമ്മൾ കൊണ്ടുപോവാന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. മനസ്സിലായോ? ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. അപ്പൊ ഇന്ന് നമുക്ക് വായിക്കാനുള്ള ശീർക്കാഴിയിൽ ഒരു അജ്ഞാതവാസം എന്നുള്ള ഭാഗമാണ്. അപ്പൊ ഇത് ഞാൻ വായിക്കാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിലുള്ള അതുപോലെ അച്ചടി ഭാഷയിൽ വായിച്ച് പറഞ്ഞു തരുമ്പോഴാണ് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വായിച്ച് തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് വായിക്കാം. ശ്രീ പരമേശ്വരദത്തമായ ഇന്ദ്രജാലരഥത്തിൽ കയറി 1008 അണ്ടങ്ങളിലും സഞ്ചരിച്ച് ശൂരപത്മാസുരൻ യഥാവിധി രാജ്യഭരണം നിർവഹിച്ചു വന്നു. പാതാള ലോകത്തിലും വിഷ്ണു ലോകത്തിലും സത്യലോകത്തിലും വൈകുണ്ഠത്തിലും എല്ലാം അസുരന്റെ കണ്ണെത്തി. വരസിദ്ധികളോടൊപ്പം അധികാരബലവും ചേർന്നപ്പോൾ എവിടെയും എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം അസുരനെ അഹങ്കാരിയാക്കി. ലോകമെമ്പാടുമുള്ള ഐശ്വര്യങ്ങളും സൗന്ദര്യവതികളായ സ്ത്രീകളും തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ശൂരപത്മാസുരൻ ധരിച്ചു. ഭർത്തൃമതികളും പതിവ്രതകളുമായ മഹിളാരത്നങ്ങളെപ്പോലും ശൂരപത്മാസുരൻ കാമിച്ചു. പതിവ്രത ശിരോമണിയായ ഇന്ദ്രപത്നി ഇന്ദ്രാണിയെ തന്റെ സ്വന്തമാക്കുവാൻ അസുര ചക്രവർത്തി തീരുമാനിച്ചു. അതിനായി അനേകം രാക്ഷസ സ്ത്രീകളെ അയാൾ നിയോഗിച്ചു. ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി തന്റെ മുമ്പിൽ ഹാജരാക്കുന്നതിനും കൽപ്പനയായി. ദൂതന്മാർ മുഖാന്തരം വിവരം അറിഞ്ഞ ദേവേന്ദ്രൻ പത്നിയുമൊത്ത് തന്റെ മായാസിദ്ധിയാൽ ഭൂലോകത്തിലേക്ക് പലായനം ചെയ്തു. ശൂരപത്മാസുരന്റെ കൽപ്പനയനുസരിച്ച് ദേവലോകത്തിലെത്തിയ രാക്ഷസ പടയ്ക്ക് ദേവേന്ദ്രനെയും ഇന്ദ്രാണിയെയും കണ്ടുപിടിക്കാനായില്ല. കോപിഷ്ഠരായ അസുരവീരന്മാർ നിരപരാധികളായ ദേവേന്ദ്രന്മാരെയും ദേവസ്ത്രീകളെയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ദേവന്മാരിൽ നിന്ന് രഹസ്യം ചോർത്തിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നായപ്പോൾ അസുരന്മാർ അവരെ ഉപേക്ഷിച്ചിട്ട് മഹേന്ദ്രപുരിയിലേക്ക് മടങ്ങി. വിവരമറിഞ്ഞപ്പോൾ ഇച്ഛാഭംഗം കൊണ്ട് ശൂരപത്മാസുരൻ കലിപൂണ്ട് വിറച്ചു. ഇന്ദ്രനും ഇന്ദ്രാണിയും എവിടെ പോയി ഒളിച്ചിരുന്നാലും അവരെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നതിന് അനേകായിരം രാക്ഷസ ചാരന്മാരെ ശൂരപത്മാസുരൻ നിയോഗിച്ചു.
അപ്പൊ ഈ ശൂരപത്മാസുരന് അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ശൂരപത്മാസുരൻ ചെയ്യുന്നത്? സാധാ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ശൂരപത്മാസുരനും അതിക്രൂരനായി മാറുകയാണ്. എന്നിട്ട് ദേവസ്ത്രീകളെ എല്ലാം തൻ്റെ ഇംഗിതത്തിന് വഴക്കുകയാണ്. അതുപോലെ തന്നെ ദേവലോകത്തെല്ലാം പോയിട്ട് ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ദേവലോകത്ത് നിന്ന് ഇന്ദ്രാണിയും ഇന്ദ്രദേവനും അവിടെ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് അവരെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ശൂരപത്മാസുരൻ തൻ്റെ അസുര പടകളെയൊക്കെ അയക്കുകയാണ്. ഇന്ദ്രനും പത്നിയും ഒളിവിൽ പോയതോടെ ദേവലോകം അനാഥമായി. ഇതിനു മുമ്പേ തന്നെ മഹാവിഷ്ണുവിനെ സന്ധിക്കുന്നതിനായി വൈകുണ്ഠത്തിലെത്തിയിരുന്ന ഇന്ദ്രപുത്രനായ ജയന്തൻ അസുരന്മാരെ ഭയന്ന് മാതാപിതാക്കന്മാർ ഒളിവിൽ പോയ വാർത്തയറിഞ്ഞു. ജയന്തൻ വീണ്ടും ദേവലോകത്തിൽ ചെന്നു. മാതാപിതാക്കന്മാരുടെ വേർപാടും ദേവന്മാരുടെ അവസ്ഥയും ജയന്തനെ അത്യധികം വ്യാകുലപ്പെടുത്തി. ദേവലോകത്തിലെത്തിയ നാരദ മഹർഷിയോട് ജയന്തൻ തന്റെ സങ്കടം ഉണർത്തിച്ചു. മഹർഷി, അസുരന്മാരെ ഭയന്ന് ഒളിവിൽ പോയിരിക്കുന്ന എന്റെ മാതാപിതാക്കൾ എവിടെയാണെന്നോ എപ്രകാരം കഴിയുന്നുവെന്നോ അറിയുവാൻ സാധിക്കാതെ ഞാനും ദേവന്മാരും പരിതപിക്കുകയാണ്. ഞങ്ങളുടെ ദുഃഖത്തിന് എന്താണ് മഹർഷിയെ പ്രതിവിധി? നാരദൻ പറഞ്ഞു, ഇന്ദ്രകുമാര, സുഖദുഃഖങ്ങൾ കർമ്മബലങ്ങൾക്ക് അനുസൃതമായി സംഭവിക്കുന്നവയത്രേ. ദരിദ്രന്മാർ കുബേരന്മാരാകുന്നതും കുബേരന്മാർ ദരിദ്രന്മാരാകുന്നതും സ്ഥാനമാനങ്ങൾ ഉള്ളവർക്ക് അവ നഷ്ടപ്പെടുന്നതും ഇല്ലാത്തവർക്ക് അവ ലഭിക്കുന്നതും ലോകനീതിയാണെന്ന് ധരിക്കുക. സുഖദുഃഖങ്ങളും സമ്പത്തും ദാരിദ്ര്യവും ശാശ്വതങ്ങളായ ഫലങ്ങളല്ലെന്നും അറിയുക. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെയാണ് ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ. അധർമ്മം പരാജയപ്പെടുമെന്നും ധർമ്മം വിജയിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുക. ദുഷ്ടനായ ശൂരപത്മാസുരന്റെ പാപകർമ്മങ്ങൾക്കുള്ള ഫലം അവനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ ഈ ശൂരപത്മാസുരനെ പോലെയുള്ള ഒരുപാട് അസുരന്മാർ നമ്മുടെ ഈ ലോകത്തും ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളവർ ഒരുപാട് അവരുടെ അധികാരങ്ങളിലൊക്കെ അഹങ്കരിക്കുന്നുണ്ട്. ഒരു സമയത്ത് അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇന്ന് എന്താ പറയാ, അങ്ങനെ അഹങ്കരിക്കുന്നവർക്ക് നാളെ അതെല്ലാം നഷ്ടപ്പെടും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അത് പ്രകൃതി നിയമമാണ് എന്നുള്ളതാണ് ഇവിടെ ആര് പറയുന്നത്? നാരദൻ പറയുന്നത്. ഇന്ദ്രകുമാരനോട് നാരദൻ പറയുന്നത് അതാണ്. അതുകൊണ്ട് എന്നായാലും ഈ ശൂരപത്മാസുരന്റെ ഈ ഇതിൽ നിന്ന് ഈ അധികാരം എല്ലാം നഷ്ടപ്പെടും. അവന് അധപ്പതനം ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ടാവും എന്നാണ് നാരദൻ ആരോട് പറയുന്നത്? ഇന്ദ്രകുമാരനോട് പറയുന്നത്. നാരദന്റെ വാക്കുകൾ ഒരു പരിധിവരെ ജയന്തനും ദേവന്മാരെയും സമാധാനിപ്പിച്ചു. അമരനായകത്വം നഷ്ടപ്പെട്ട ദേവരാജൻ ഈശ്വരദാസ്യം സ്വീകരിച്ച് തപസ് അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. അതിന് അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലെ ശീർക്കാഴി എന്ന സ്ഥലത്താണ് വന്നെത്തിയത്. പദവികളും സമ്പത്തുകളും നഷ്ടപ്പെടുമ്പോൾ അഹങ്കാരം അകലുമെന്നും ഈശ്വരചിന്തയും എളിമയും താനെ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ഈശ്വര ഭജനത്തിനും പൂജയ്ക്കും വേണ്ടി ദേവേന്ദ്രൻ ശീർക്കാഴിയിൽ ഒരു നന്ദന വനമുണ്ടാക്കി. ചന്ദനമരങ്ങളും ദേവദാരുക്കളും ചെമ്പകം, മുല്ല, മല്ലിക, ജമന്തി, പിച്ചകം മുതലായ മലർച്ചെടികളും നന്ദവനത്തിൽ നട്ടുപിടിപ്പിച്ചു. അവിടെ വിരിഞ്ഞ സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് ശ്രീ പരമേശ്വര ദേവനെ ദേവേന്ദ്രൻ പൂജിച്ചു. ഇന്ദ്രദമ്പതിമാരെ തിരിഞ്ഞു നടന്ന അസുരചാരന്മാർ ശീർക്കാഴി പരിസരത്തിലും എത്തിച്ചേർന്നു. വിവരമറിഞ്ഞ ദേവേന്ദ്രനും ഇന്ദ്രാണിയും പച്ചമുളകായി മാറി മുളങ്കാട്ടിനുള്ളിൽ ഒളിച്ചു നിന്നു. രാക്ഷസന്മാരുടെ ദുർഭരണം കൊണ്ട് പ്രകൃതി ശുഭിതയായി. കാലാകാലത്തിൽ മഴ ലഭിക്കാതെയായി. ദേവരാജന്റെ ഉദ്യാനത്തിലെ ചെടികൾ വാടിത്തളർന്നു. ഇത് കണ്ട് മനസ്താപപ്പെട്ട ഇന്ദ്രനെ ശിവശങ്കരൻ സമാശ്വസിപ്പിച്ചു. അപ്പോ ഇങ്ങനെയുള്ള അസുരന്മാര്, അതായത് ഈ അസുരന്മാര് വളരെയധികം അവർക്ക് അധികാരങ്ങൾ കിട്ടുമ്പോൾ അവർ അതിൽ വളരെയധികം അഹങ്കരിക്കും അല്ലെ. അപ്പോൾ നമുക്ക് എത്രത്തോളം അധികാരങ്ങൾ കിട്ടുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ആ സമയത്ത് നമ്മൾ അഹങ്കരിക്കാതിരിക്കാന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഉയർച്ച ഉണ്ടാവുന്ന അത്രത്തോളം നാം താഴാൻ പഠിക്കണം എന്നുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അതൊക്കെ നമുക്ക് ഇല്ലാതാകും ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ദേവേന്ദ്രൻ എന്ത് ചെയ്യുകയാണ്? തപസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ തപസ്സിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെയും ഈ രാക്ഷസന്മാര് ദേവേന്ദ്രനെയും പത്നി ഇന്ദ്രാണിയും തിരക്കി ചെല്ലുകയാണ്. ദേവേന്ദ്രന്റെ പത്നി ഇന്ദ്രാണിയും തിരക്കി അവിടെ ചെല്ലുകയാണ്. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ ഒരു മുളകായി വേഷം മാറി ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ഇന്ദ്രദേവനും ഇന്ദ്രാണിയും അവിടെ ആ ഘോര വനത്തിനുള്ളിൽ ഒളിച്ചു നിൽക്കുകയാണ്.
അപ്പോ ദേവേന്ദ്രനോട് മഹാദേവൻ ആ സമയത്ത് അവർ അസുരപ്പടകളെല്ലാം പോയതിനു ശേഷം മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് മഹാദേവൻ ദേവേന്ദ്രനോട് പറയുകയാണ്, ദേവേന്ദ്ര, നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നിന്റെ ഉദ്യാനം മഴയില്ലാതെ വാടിയാലും അത് നശിക്കുകയില്ല എന്ന് പറയാണ്. കാരണം അതിനുശേഷം ഈ അസുരന്മാരുടെ ക്രൂരത കാരണം ഭൂമിയെല്ലാം വറ്റി വരളുകയാണ്. ദേവേന്ദ്രന്റെ ഉദ്യാനങ്ങളെല്ലാം വാടി നശിക്കുകയാണ് മഴയില്ലാതെ. അപ്പം മഹാദേവൻ അവിടെ വന്നിട്ട് പറയുകയാണ്, ദേവേന്ദ്രൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്റെ പൂങ്കാവനം എല്ലാം തഴച്ച് വളരുകയും അതുപോലെ നിന്റെ സ്ഥലത്ത് മഴ ഉണ്ടാവുകയും അവിടെ മഴ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നീ സമാധാനപ്പെടുക, എന്നും ഒരുപോലെ തന്നെ ഇരിക്കുകയില്ല, ഒരു സമയം വരുമ്പോൾ എല്ലാം ശരിയാവും, നന്നാവും എന്നുള്ള രീതിയിൽ മഹാദേവൻ ആരെ സമാധാനിപ്പിക്കുകയാണ്? ദേവേന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. ഹരഹര മഹാദേവ ഹരഹരോ ഹരഹരോ ഹരഹര. അപ്പൊ ശ്രീ പരമേശ്വരൻ പ്രസാദിച്ച് അവിടം സമ്പൽ സമൃദ്ധമാക്കാൻ ഒഴുകിയെത്തിയ കാവേരി നദി പിൽക്കാലത്ത് തമിഴ്നാടിന് ശ്രേയസ്കരമായി ഭവിച്ചു. അപ്പൊ ഈ പറയുന്ന കാവേരി നദിയാണ് പിൽക്കാലത്ത് തമിഴ്നാടിന് ശ്രേയസ്കരമായി ഭവിക്കുന്നത്. പക്ഷെ എന്താ, നമ്മുടെ ഈ ഭാരത സംസ്കാരം തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ നദികളാണ്, അതായത് നമ്മുടെ കേരളത്തിന്റെയും നദികളാണ് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്, അല്ലേ? അതുപോലെ ഈ കാവേരി നദി എന്ന് പറയുന്നതും തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിലാണ് നമുക്ക് മുല്ലപ്പെരിയാർ വിഷയമൊക്കെ വന്ന സമയത്തും ഈ തമിഴ്നാട് നമുക്ക് എതിരായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ദൈവങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാനാണ് ഇത് കൊടുത്ത്, അല്ലെങ്കിൽ ഈ പ്രകൃതിയാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത് എന്നുള്ള ആ ഒരു സത്യമൊക്കെ മനസ്സിലാക്കാതെ, ആ സത്യങ്ങൾ തിരിച്ചറിയാതെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവര് എന്താ പറയാ, കലഹങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുന്നതും അങ്ങനെ പലതരത്തിലുള്ള കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്, അല്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. ഇനി നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ പർവ്വതരാജന്റെ അഹങ്കാരം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഞാൻ നിങ്ങളെ ഒരുപാട് വായിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് ഇനിയും ഒരുപാട് ഭാഗങ്ങളുണ്ട് വായിക്കാൻ. സ്കന്ദപുരാണത്തിൽ ഇനിയും ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. അത് നമുക്ക് പതുക്കെ തന്നെ പോവാം. ഹരഹര മഹാദേവ ഹരേ കൃഷ്ണ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വരാൻ ചൊല്ലും ഒരു ജോബിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനിയിപ്പോൾ നോക്കുന്ന വെച്ചാൽ എനിക്ക് സൺഡേ ഓഫുള്ള ജോബ് വല്ലതും ആണ് ഞാൻ നോക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് സൺഡേ വന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് സൺഡേ വരാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും നോക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ടൈമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വരാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ശിവപുരാണമാണ് ഞാൻ FB-യിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്കന്ദപുരാണം വീണ്ടും പറയണമെന്ന് തോന്നി. മനസ്സിലത് തോന്നിക്കുന്നതാണ്, ഭഗവാനായിട്ട് എൻ്റെ മനസ്സിലത് തോന്നിക്കുന്നതാണ്, മനസ്സിലായോ? അല്ലാതെ ഞാനായിട്ട് എനിക്ക് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുന്നില്ല. അത് ഭഗവാനായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് തോന്നിക്കും. ഒരു സമയത്ത് ഇത് പറയണം, നീ ഇത് പറഞ്ഞു കൊടുക്കണം എന്നെനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കും. ഭഗവതിയായിട്ടായാലും എനിക്കത് തോന്നിക്കും. ആ സമയത്താണ് ഞാനിത് ഇങ്ങനെ പറയാനായിട്ട് ഞാൻ ഓടി വരുന്നത് കേട്ടോ. അപ്പം അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിലെന്തെങ്കിലും കാര്യം കാണും, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് പറയാനുള്ളൊരു യോഗം, അതൊരു ഇതായിരിക്കും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് ആ ഒരു ഇത് ഭഗവാൻ തരുന്നുണ്ടെന്ന് ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനൊന്നും അത്ര വലിയ രീതിയിൽ അങ്ങനെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നും ഉള്ള വ്യക്തിയൊന്നും അല്ല. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ചെറുതായിട്ടായാലും പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെ ഞാൻ ഒരുപാട് ബോറടിപ്പിക്കില്ല. മുമ്പ് ഒരു പ്രാവശ്യം ഞാനിതുപോലെ ശിവപുരാണമൊക്കെ പറഞ്ഞിട്ട ടൈമിൽ, ദേവി മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ട ടൈമിലൊക്കെ കുറെ പേര് പറഞ്ഞു, ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് വലിച്ചഴച്ചു ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ബോറടിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് ഓരോ ഭാഗം മാത്രമായിട്ട്, ഒരു ഭാഗം കുറച്ചേ ഉള്ളെങ്കിൽ
അത്രയും ഭാഗം മാത്രമായിട്ട് വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറുതായി ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ട് അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പം അതെല്ലാവരും മനസ്സിലാക്കാം. ഇനി ആരൊക്കെയാ വന്നിട്ടില്ല എന്ന് നോക്കാം കേട്ടോ. വിനുകുമാർ, കുക്കു, സിജു, രോഹിണി, BK എഡിറ്റ്സ്, അജി കൊക്കോട്, അനു, ഓസം, രജിത് രാജ്, കങ്കാരോ, രേഷ്മ, മഹി, ഇത്രയും പേരാണെന്ന് വന്നിട്ടുള്ള കേട്ടോ. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഞാൻ ഇച്ചിരി പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ചിലരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. ഇപ്പം നമുക്ക് മറ്റുള്ള ചിലരിൽ നിന്ന് നമുക്ക് ചിലരിൽ നിന്ന് ആ ഒരു ഇത് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവുന്നത്. പക്ഷെ ചിലർ ഇങ്ങനെ നോക്കിയാലും ചിലർക്ക് ചെറിയ ദേഷ്യഭാവമൊക്കെ ഉണ്ട്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഇങ്ങനെ ദൈവിക കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ആണോ എന്ന് കരുതിയിട്ടാ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഒരിക്കലും അല്ല. നമ്മൾ ഈ ദൈവിക കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ഇത്രയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കേരളത്തിൽ ഈ നാട്ടിലായാലും ഇത്രയെങ്കിലുമൊക്കെ അത്രയും വലിയ രീതിയിൽ നടക്കേണ്ട സംഭവങ്ങൾ പോലും ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമായിട്ട് ഈ കലികാലത്തിൽ പോകുന്നത് മനസ്സിലാക്കുക എല്ലാവരും. അതും എന്നെ ഭഗവാൻ യോഗയിൽ ഇരുന്ന സമയത്ത് ആ ഒരു ഇതിൽ എനിക്ക് മനസ്സിലുണ്ടായ കാര്യമാണ്, തോന്നിച്ച കാര്യമാണ്. ഞാൻ നിങ്ങളോട് എന്ത് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ആ മനസ്സിൽ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, യോഗ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല നടക്കാനിരുന്ന. യഥാർത്ഥത്തിൽ നിങ്ങൾ ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ദൈവങ്ങളില്ലേ, ഭഗവാനില്ലേ, ഭഗവതി ഇല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. ഇപ്പം കാശ്മീരിൽ തന്നെ ഇങ്ങനെ അപകടമൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ നടക്കാനിരുന്ന ഇതിനെക്കാട്ടിലും വലിയ രീതിയിലാണ് അതൊക്കെ നടക്കാനിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെയായിട്ട് പോയത് ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ്, ആ ഒരു ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ ദൈവങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നത്, എപ്പോഴും ഭക്തിപരമായിട്ടിരിക്കുക. കാരണം ഈ കാലം എന്ന് പറയുന്നത് അങ്ങനത്തെ കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്തിപരമായിട്ടിരിക്കാൻ ഞാൻ പറയുന്ന കാര്യം അതുകൊണ്ടാണ്. അവിടെ കാശ്മീരിൽ അപകടത്തിൽ മരണപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം ഭഗവാനോട്. കാരണം എന്ന് വെച്ചാൽ വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ അവരുടെ ഭാര്യയും കുഞ്ഞിനെങ്കിലും വെറുതെ വിട്ടത് വളരെ ഭാഗ്യമായിട്ട് വിചാരിക്കുകയാണ്. കാരണം പക്ഷെ ഇങ്ങനെ ഒരു ഇത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏത് സമയത്ത് ആർക്കും എന്ത് സംഭവിക്കാം. കാരണം അത്രയ്ക്കും നെഗറ്റീവ്സ് എനർജീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, നെഗറ്റീവ് പീപ്പിൾസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരോടും എപ്പോഴും എന്നെ പറയുന്ന പോലെ പറയുന്നത്, ഭക്തിപരമായിട്ടിരിക്കാൻ. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിലും സാരില്ല, വീട്ടിലെങ്കിലും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കൊണ്ടാണ്. വീട്ടിലെങ്കിലും ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്നവരായിരിക്കും, തിരക്കുള്ളവരായിരിക്കും, നിങ്ങൾക്ക് ഒന്നിനും കഴിയുന്നില്ല, നിങ്ങൾ മനസ്സിലെങ്കിലും ആ നാമജപങ്ങൾ നടത്തുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അത് എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. ഹരഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹരഹരോ ഹരഹര. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്കന്ദപുരാണത്തിന്റെ അടുത്ത ഭാഗം വായിക്കാം.